കഥകളുമായി വീണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ കഥ എല്ലാവരും കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. പാണ്ടംപറമ്പത്ത് കോടൻ ഭരണിയിലെ ഉപ്പുമാങ്ങ. ഇത്തരം വിശേഷണങ്ങളോട് കൂടിയ ഈ ഉപ്പുമാങ്ങയുടെ കഥ വളരെ ചുരുക്കിയൊന്ന് വിവരിക്കാം. എല്ലാവരും ഒന്ന് കേട്ടു നോക്കൂ. പാണ്ടംപറമ്പത്ത് ഭട്ടതിരിയുടെ ഇല്ലം ബ്രിട്ടീഷിലാണ്. ഇപ്പോൾ അവിടെ സാമാന്യം ധനപുഷ്ടിയൊക്കെ ഉണ്ടെങ്കിലും ആ തറവാട് പണ്ടൊരു കാലത്ത് വളരെ ദാരിദ്ര്യം പിടിച്ച നിലയിലായിരുന്നു. നിത്യവൃത്തിക്ക് പോലും ബുദ്ധിമുട്ടായിരുന്നു. ഈ കാലഘട്ടത്തിൽ ചീനത്തുകാരൻ എന്ന കപ്പൽ കച്ചവടക്കാരൻ അവൻ്റെ കപ്പലിൽ അനേകം വിലപിടിപ്പുള്ള സാധനങ്ങൾ കച്ചവടത്തിനായി കപ്പലിൽ കയറ്റിക്കൊണ്ടുപോയി. ഈ കപ്പൽ അപകടത്തിൽപ്പെടുകയും അതിലുണ്ടായിരുന്ന മിക്ക സാധനങ്ങളും നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തു. കപ്പലിലുണ്ടായിരുന്ന അനേകം ജനങ്ങളും മൃതിയടഞ്ഞു. ചിലരെല്ലാം പത്തേമാരികളിലായിട്ടും നീന്തിയും മറ്റും കരയ്ക്ക് കയറി രക്ഷപ്പെട്ടു. ആ കൂട്ടത്തിൽ കപ്പലിൻ്റെ ഉടമസ്ഥനുമുണ്ടായിരുന്നു. ഒരു പത്തേമാരിയിൽ കയറി കൈവശം കിട്ടിയ 10 ചീനഭരണികളും അതിൽ കയറ്റി ഒരുവിധം അയാൾ കരയ്ക്കടുക്കുകയായിരുന്നു. ആദ്യം കണ്ട ഗൃഹത്തിലേക്ക് അയാൾ ചെന്നു. അത് സാക്ഷാൽ പാണ്ടംപറമ്പത്ത് ഭട്ടതിരിയുടെ ഇല്ലമായിരുന്നു. അന്ന് ആ ഇല്ലത്തിൻ്റെ സ്ഥിതി വളരെ മോശമായിരുന്നു. പഴക്കം കൊണ്ട് വീണിടിയാറായ ഒരു ഇല്ലമായിരുന്നു അത്. ഈ കച്ചവടക്കാരൻ മുറ്റത്ത് ചെന്ന് നിന്നുകൊണ്ട് ഇവിടെ ആരാ ഉള്ളതെന്ന് ഉറക്കെ വിളിച്ചു. ഈ സമയത്ത് ഭട്ടതിരിയും അന്തർജനവും 4-5 കിടാങ്ങളും കൂടി കഞ്ഞി കുടിക്കാനിരിക്കുന്ന തിരക്കിലായിരുന്നു. കച്ചവടക്കാരൻ്റെ ശബ്ദം കേട്ട് ഭട്ടതിരിപ്പാട് പുറത്തേക്ക് വന്നു. കച്ചവടക്കാരൻ അയാളെ സ്വയം പരിചയപ്പെടുത്തി. ഞാൻ ചീനത്തുകാരനായ ഒരു കച്ചവടക്കാരനാണ്. എൻ്റെ കപ്പൽ അപകടത്തിൽപ്പെട്ടു. കൂടെ ഉണ്ടായിരുന്നവരൊക്കെ അതിൽപ്പെട്ട് മരിച്ചുപോയി. ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ഒരു ദിവസമായിരിക്കുന്നു. അതിനാൽ ഭക്ഷിക്കാൻ വല്ലതും തന്നാൽ കൊള്ളാം. കച്ചവടക്കാരൻ്റെ വാക്കുകളിലെ സത്യസന്ധത മനസ്സിലാക്കിയ ഭട്ടതിരിപ്പാട് അകത്തുപോയി ആ കുടുംബത്തിന് കഴിക്കാനായി തയ്യാറാക്കി വച്ചിരിക്കുന്ന കഞ്ഞി എടുത്തുകൊണ്ടുവന്ന് കച്ചവടക്കാരന് വിളമ്പിക്കൊടുത്തു. കച്ചവടക്കാരൻ കഞ്ഞികുടി കഴിഞ്ഞതിന് ശേഷം ഭട്ടതിരിയോട് പറഞ്ഞു, അവിടുന്ന് തന്ന ഈ കഞ്ഞി വെറുമൊരു ഉപകാരമല്ല, എൻ്റെ പ്രാണൻ രക്ഷപ്പെടുത്തുകയാണ് ചെയ്തത്. വിശക്കുന്നവനെ ഭക്ഷണത്തിൻ്റെ വിലയറിയൂ. ഈ കഞ്ഞിയുടെ സ്വാദ് ഞാൻ ചത്താലും മറക്കില്ല. ഈ ഉപകാരത്തിന് തക്കതായൊരു പ്രതിഫലം തരാൻ ഞാൻ അശക്തനാണ്. എന്നാലും എൻ്റെ ശക്തിക്കനുസരിച്ച് ഒരു പ്രതിഫലം ഞാൻ തരും. ബാക്കിയുള്ളത് ദൈവം അങ്ങേക്ക് തന്നുകൊള്ളും. ഒരു ഉപകാരവും കൂടി അങ്ങ് ചെയ്തു തരണം. കപ്പലിലുണ്ടായിരുന്ന എൻ്റെ എല്ലാ സാധനങ്ങളും നഷ്ടപ്പെട്ടു. ആകെ തിരിച്ചു കിട്ടിയത് ഈ 10 ചീനഭരണികളാണ്. ഞാൻ നാട്ടിൽ പോയി മടങ്ങി വരുന്നതുവരെ അങ്ങ് ഈ ചീനഭരണികൾ ഇവിടെയൊന്ന് സൂക്ഷിക്കണം. ഇത് കേട്ട് ഭട്ടതിരി പറഞ്ഞു, ഇവിടെ സ്ഥലപരിമിതികളുണ്ട്. എന്നാലും ഉള്ള സ്ഥലത്ത് സൂക്ഷിച്ചോളാം. ഭരണിയിൽ വിലപിടിപ്പുള്ളതൊന്നുമില്ലല്ലോ അല്ലേ? ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ ഇല്ലമാണേ. വിലപിടിപ്പുള്ളതൊന്നും സൂക്ഷിക്കാൻ ആവില്ല. ഇത് കേട്ട് കച്ചവടക്കാരൻ പറഞ്ഞു, ഇതിൽ വിലപിടിപ്പുള്ളതൊന്നുമില്ല. ഇതിലൊക്കെ തുവരപ്പരിപ്പ് നിറച്ചതാണ്. അങ്ങനെ ഭട്ടതിരിപ്പാട് സമ്മതം കൊടുത്തതനുസരിച്ച് കച്ചവടക്കാരൻ ഭരണികൾ 10 അടച്ചുകെട്ടി മുദ്രയും വെച്ച് ഇല്ലത്തിനകത്തേക്ക് കൊണ്ടുവയ്പ്പിച്ചു. കച്ചവടക്കാരൻ ഭട്ടതിരിയോട് യാത്ര പറഞ്ഞിറങ്ങി. അങ്ങനെയിരിക്കെ ദാരിദ്ര്യത്തിലൂടെ കടന്നുപോയ ഇല്ലത്ത് ഒരു ദിവസം ഭക്ഷണത്തിന് നിവൃത്തിയില്ലാത്ത ഒരവസ്ഥ വന്നു. കുട്ടികളെല്ലാം വിശപ്പ് സഹിക്കാൻ വയ്യാതെ കരഞ്ഞുരുണ്ടു തുടങ്ങി. ഭട്ടതിരിപ്പാടും അന്തർജനവും അവരവരുടെ വിശപ്പും കൂട്ടി കുട്ടികളുടെ അവസ്ഥയും കണ്ട് വല്ലാതെ ബുദ്ധിമുട്ടി. ഈ സമയത്ത് അന്തർജനം ഒരു വഴി പറഞ്ഞു. കച്ചവടക്കാരൻ്റെ ചീനഭരണിയിൽ നിന്ന് ഒരു ഭരണിയിലെ പരിപ്പെടുത്ത് എന്തെങ്കിലും ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുത്താലോ എന്ന്. ഈ സമയത്ത് അവർക്ക് എന്തു കൊടുത്താലും അവർ കഴിച്ചോളും. ഇത് കേട്ട് ഭട്ടതിരിപ്പാട്, കാര്യം കുട്ടികളുടെയും നമ്മുടെയും അവസ്ഥ ദയനീയം തന്നെ. എന്നാലും ഒരാൾ നമ്മളെ വിശ്വസിച്ചേൽപ്പിച്ചു പോയ ഒരു സാധനം അവരുടെ അനുവാദമില്ലാതെ എടുക്കുന്നതിലും നല്ലത് പട്ടിണി കിടന്ന് മരിക്കുന്നതല്ലേ. ഇത് കേട്ട് അന്തർജനം, ഈ കുഞ്ഞുങ്ങളുടെ വിശപ്പ് മാറ്റാനല്ലേ നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നത്? കച്ചവടക്കാരൻ വരുന്നതിന് മുന്നേ നമുക്ക് സാധനം വാങ്ങി ഭരണിയിൽ നിറയ്ക്കുകയും ചെയ്യാം. ഏറെ നേരത്തെ വാഗ്വാദത്തിന് ശേഷം ഭട്ടതിരിപ്പാട് കുറച്ച് പരിപ്പെടുക്കാൻ തീരുമാനിച്ചു. ഭരണിയുടെ മുദ്ര പൊട്ടിച്ച് പരിപ്പ് വാരിയെടുക്കാൻ നോക്കിയപ്പോൾ അത് വെറും പരിപ്പല്ലെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. കൂടുതൽ പരിശോധിച്ചപ്പോൾ ഭരണി നിറയെ സ്വർണ്ണ നാണയങ്ങളും പേരിന് മാത്രം അതിൻ്റെ മുകളിൽ ഇത്തിരി തൂരപ്പരിപ്പ് മാത്രമായിരുന്നു. അങ്ങനെ ഭട്ടതിരിപ്പാട് 10 ഭരണികളും പരിശോധിച്ചപ്പോൾ എല്ലാം അങ്ങനെ തന്നെയായിരുന്നു. 9 ഭരണികളും അദ്ദേഹം പഴയ രീതിയിൽ തന്നെ മുദ്രയിട്ട് അടച്ചുവെച്ചു. ഒരു ഭരണിയിൽ നിന്ന് ഭട്ടതിരിപ്പാട് 1 പവൻ എടുത്തു. അതെടുത്തുകൊണ്ടുപോയി വിറ്റ് കുറച്ച് അരിയും സാധനങ്ങളൊക്കെ വാങ്ങി ബാക്കി പണവുമായി അദ്ദേഹം ഇല്ലത്തെത്തി. അന്തർജനം സാധനങ്ങളൊക്കെ എടുത്ത് ഭക്ഷണമൊക്കെ പാകം
പാകം ചെയ്ത് മക്കൾക്കും കൊടുത്ത് അവരും അങ്ങനെ കഴിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പട്ടതിരിപ്പാട് ചിന്തിച്ചു, ഏതായാലും വിശ്വാസവഞ്ചന ചെയ്തു. ഇനി ഈ ദാരിദ്ര്യ ദുഃഖം പേറി നടക്കാതെ ധനവാനായി ജീവിക്കണം. അതിനായി അദ്ദേഹം ഭരണിയിൽ നിന്ന് വീണ്ടും സ്വർണങ്ങളെടുത്ത് വിറ്റ് ഇടിഞ്ഞു വീഴാറായ തൻ്റെ ഇല്ലമൊക്കെ ഒന്ന് മാറ്റിപ്പണിതു. ഇല്ലത്തേക്ക് വേണ്ടതായ അനേകം വസ്തുക്കളും വാങ്ങി ക്രമേണ അദ്ദേഹം ഒരു വലിയ ദ്രവ്യസ്ഥനായി തീർന്നു. ആർഭാടമായി ഗംഭീരമായി ജീവിത ചെലവുകൾ കഴിച്ചിട്ടും പണം മിച്ചം വരാൻ തുടങ്ങി. മിച്ചം കിട്ടുന്ന കാശുകൊണ്ട് സ്വർണ്ണ നാണയങ്ങൾ വാങ്ങി ഭരണിയിൽ നിന്ന് എടുത്ത സ്വർണ്ണ നാണയത്തിന് പകരമായി അതിൽ നിക്ഷേപിക്കാൻ തുടങ്ങി. അങ്ങനെ കേവലം 5-8 കൊല്ലം കൊണ്ട് ഭരണിയിൽ നിന്ന് അദ്ദേഹം എടുത്ത സ്വർണ്ണ നാണയങ്ങളെല്ലാം അതിൽ തിരികെ വയ്ക്കാൻ അയാൾക്ക് സാധിച്ചു. മാത്രമല്ല, ആ ഭരണികളുടെ പകുതി വലിപ്പമുള്ള 10 ഭരണികൾ കൂടി അദ്ദേഹം വാങ്ങി അതിലും സ്വർണം നിറച്ച് ഭദ്രമാക്കി അടച്ചുവെച്ചു. ഈ സമയത്ത് കച്ചവടക്കാരൻ വേറൊരു കപ്പലിൽ സാധനങ്ങളും കയറ്റി ആ ഭാഗത്തേക്ക് വന്നു. 12 കൊല്ലത്തിന് ശേഷമുള്ള ഒരു തിരിച്ചുവരവായിരുന്നു അത്. താൻ ഭരണികൾ ഏൽപ്പിച്ച ഇല്ലം അന്വേഷിച്ച് അയാൾ നടന്നു. ആ പഴയ ഇല്ലത്തിൻ്റെ സ്ഥാനത്ത് പുതിയ ഇല്ലം കണ്ട് അയാൾ അമ്പരന്നു. താൻ അന്വേഷിക്കുന്ന ഇല്ലം ഇതുതന്നെയാണോ എന്ന് സംശയിച്ച് അയാൾ പലരോടും അന്വേഷിച്ചു. ഭട്ടതിരിപ്പാടിന് ഏതോ നിധി കിട്ടിയെന്നും അങ്ങനെ അയാൾ സമ്പന്നനായി എന്നുള്ള കഥ ഓരോരുത്തരും അയാൾക്ക് വിവരിച്ചു കൊടുത്തു. കഥയൊക്കെ കേട്ടറിഞ്ഞ കച്ചവടക്കാരൻ ചിന്തിച്ചു, നിധി എന്ന് പറയുന്നത് താൻ ഏൽപ്പിച്ച ഭരണിയിലെ വസ്തുക്കൾ തന്നെ. അതുകൊണ്ട് ഇനി അത് തിരിച്ചു കിട്ടാൻ സാധ്യതയില്ല. എങ്കിലും ഭട്ടതിരിയെ കണ്ട് ഒന്ന് ചോദിച്ചു നോക്കാം, കിട്ടിയാലായി, ഇല്ലെങ്കിൽ പോട്ടെ. ഈ തീരുമാനവുമായി കച്ചവടക്കാരൻ ഇല്ലത്തെത്തി. ഇവിടുത്തെ തിരുമേനി ഇവിടെ ഇല്ലേ എന്നയാൾ ഉറക്കെ ചോദിച്ചു. ഭട്ടതിരി പുറത്തേക്കിറങ്ങി വന്ന് കച്ചവടക്കാരനെ പരിചയമുള്ളതുകൊണ്ട് ആർദ്രമായി സ്വാഗതം ചെയ്തു. കുശല സംഭാഷണങ്ങൾക്കിടയിൽ ഭട്ടതിരി പറഞ്ഞു, നിങ്ങൾ എന്നെ ഏൽപ്പിച്ച ഭരണികളിൽ നിന്ന് നിങ്ങളുടെ അനുവാദം കൂടാതെ ഞാൻ കുറച്ച് സ്വർണങ്ങളെടുത്ത് കൈകാര്യം ചെയ്തിരുന്നു. ചെയ്തത് തെറ്റാണെന്നറിയാം. എൻ്റെ നിവൃത്തികേടുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. പകരം നിങ്ങളെ ഏൽപ്പിച്ച 10 ഭരണികളും കൂടെ അതിൻ്റെ പകുതി വലുപ്പത്തിലുള്ള 10 ഭരണികളിലും ഞാൻ സ്വർണം നിറച്ച് വെച്ചിട്ടുണ്ട്. ഇത് കേട്ട് കച്ചവടക്കാരൻ, ഞാൻ 10 ഭരണികളല്ലേ നിങ്ങളെ ഏൽപ്പിച്ചത്, പിന്നെന്തിനാണ് അതിൽ കൂടുതൽ ഭരണികൾ? നിങ്ങൾ ഈ മുതൽ എന്നെ ഏൽപ്പിച്ചിട്ട് 12 കൊല്ലം കഴിഞ്ഞിരിക്കുന്നു. മുതലിന് പലിശ കൂട്ടിത്തരേണ്ടത് എൻ്റെ കടമ. ഇത് കേട്ട് കച്ചവടക്കാരൻ, ഞാൻ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതാണ്. നിങ്ങളത് ഭംഗിയായി ചെയ്തു. ഇതിന് കൂലി ഞാൻ നിങ്ങൾക്കാണ് തരേണ്ടത്. ഭട്ടതിരി വീണ്ടും പറഞ്ഞു തുടങ്ങി, ഇതിൽ നിന്നും എടുത്ത വസ്തുക്കൾ കൈകാര്യം ചെയ്തിട്ടാണ് ഞാൻ ധനവാനായത്. അതുകൊണ്ട് പലിശ തരേണ്ടത് എൻ്റെ ഉത്തരവാദിത്വം. അങ്ങനെ വാദപ്രതിവാദങ്ങൾ ഏറെ നടന്നു. കച്ചവടക്കാരൻ്റെ വാശിക്ക് മുന്നിൽ ഒടുവിൽ ഭട്ടതിരിക്ക് തൻ്റെ 10 ഭരണികൾ അകത്തേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവയ്ക്കേണ്ടി വന്നു. കച്ചവടക്കാരൻ പോകാൻ നേരത്ത് തൻ്റെ 10 ഭരണികളിൽ നിന്ന് ഒന്നെടുത്ത് ഭട്ടതിരിപ്പാടിന് കൊടുത്തു. സമ്മതമില്ലായിരുന്നെങ്കിലും ഭട്ടതിരിപ്പാടിന് അത് സ്വീകരിക്കേണ്ടി വന്നു. ഈ ഭരണിയാണ് കോടൻ ഭരണി. അതിൻ്റെ വായ അല്പം കൂടിയിട്ടുള്ളതുകൊണ്ടാണ് ഈ പേര് കൈവന്നത് എന്നാണ് ഐതിഹ്യം. ദാനം ചെയ്തു കഴിഞ്ഞ ശേഷം കച്ചവടക്കാരൻ പറഞ്ഞു, അല്ലയോ മഹാബ്രാഹ്മണ, ഈ ഭരണി കുറച്ച് കോട്ടമുള്ളതാണെങ്കിലും ഐശ്വര്യമുള്ളതാണ്. ഈ ഭരണി ഇരിക്കുന്ന ദിക്കിൽ ദാരിദ്ര്യം ഉണ്ടാവില്ല. ഇതിൽ മാങ്ങ ഉപ്പിലിട്ടാൽ അസാധാരണമായ സ്വാദ് ഉണ്ടാവുകയും ചെയ്യും. ഇതും പറഞ്ഞ് തൊഴുത് അത്യന്തം സന്തോഷത്തോടെ ബാക്കി 9 ഭരണികളുമായി കച്ചവടക്കാരൻ യാത്ര പറഞ്ഞിറങ്ങി. ഭട്ടതിരി കോടൻ ഭരണിയിലെ ദ്രവ്യങ്ങളെല്ലാം മറ്റൊരു ഭരണിയിൽ നിറച്ചു. പിന്നെ ആണ്ടുതോറും കോടൻ ഭരണിയിൽ മാങ്ങ ഉപ്പിലിടാൻ തുടങ്ങി. ആ ഭരണിയിൽ ഉപ്പിലിട്ട മാങ്ങയുടെ സ്വാദ് അനുഭവിച്ചേർക്കേ അറിയൂ എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ നാടുനീളെ കോടൻ ഭരണിയും മാങ്ങയും സ്വാദും അങ്ങനെ ഒഴുകി നടന്നു. പ്രിയ സുഹൃത്തുക്കളെ, ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്